ഐക്യം, കാരുണ്യം, വ്യത്യസ്തമായ ജീവിത വീക്ഷണം. അതാണ് മലപ്പുറത്തെ കളങ്കപ്പെടുത്തുന്ന പലരുമുണ്ട്. ഇവിടെ അതൊന്നുമില്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് ഇതാ ഞങ്ങളതെല്ലാം ഉള്ളവരാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അത് മലപ്പുറത്ത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. മലപ്പുറം എന്നുള്ള വാക്കിൻ്റെ ഏറ്റവും അഭിമാനകരമായ കാര്യവും ആ നിലയിലുള്ള പുറത്തുനിന്ന് വരച്ച് കാണിക്കുന്ന ചിത്രമല്ല ഞങ്ങളുടേത്. ഇവിടെ എല്ലാ കാലത്തും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം കാരുണ്യം എന്ന വൈകാരികതയാണ്. അത് മനുഷ്യന് മാത്രമുള്ള വൈകാരികതയാണ്. ആ വൈകാരികതയെ ആകാശത്തോളം ഉയർത്തിപ്പിടിക്കാനുള്ള നമ്മുടെ നാടിൻ്റെ നന്മ മനസ്സാണ് പൂത്തുലഞ്ഞത്. ആ നന്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ ഏതാനും സുഹൃത്തുക്കൾ സമാഹരിച്ച് ഈ കുടുംബാരോഗ്യ സംരക്ഷണ സഹായ കേന്ദ്രം ഇവിടെ തുറക്കുകയാണ്. അതിൻ്റെ വലുപ്പവും ഭംഗിയും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ സംഭവവും അതിൻ്റെ പിന്നിലെ മനസ്സുമാണ് പ്രധാനം. ആ നിലയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആ നിലയിലാണ്. എനിക്കിതെന്താന്ന് പോലും സത്യത്തിൽ പൂർണ്ണമായിട്ട് അറിയില്ലായിരുന്നു എന്താണ് ഇവിടെ നടക്കണമെന്നുള്ളത്. പക്ഷേ ഇബ്രാഹിം വിളിച്ചു. പിന്നെ വല്ലപ്പോഴും ഒന്ന് വിളിക്കുന്ന ഒരാളാണ് നസീർ, അമേരിക്കയിലാണ്. നസീറിൻ്റെ ഒരു വിളി വന്നു, ഇബ്രാഹിമിൻ്റെ ഒരു വിളി വന്നു. ബാക്കി ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ പങ്കെടുക്കുന്നവരൊരു പട്ടിക എൻ്റെ മുന്നിൽ നിരത്തി വെച്ചു. അത് പിന്നെ ശ്രീ ഷാദിഖലി തങ്ങളുണ്ട്, പി കെ കുഞ്ഞാട്ടി സാഹിബുണ്ട് എന്നൊക്കെ പറഞ്ഞു, പിന്നെ ഇ.ടി. ഉണ്ട്. ഇതൊക്കെ ഞങ്ങളൊക്കെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു നാട്ടുകാരാണ്, അടുത്ത വീട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മുനിസിപ്പാലിറ്റിക്കകത്താണ് ഞാനും കുഞ്ഞാലിക്കുട്ടി സാഹിബും പിന്നെ അനിൽ കുമാറും പിന്നെ നമ്മുടെ ബഹുമാനായ സാധിക്കുന്ന ഞങ്ങളെല്ലാം ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത് പോലെയാണ് ഒരു പക്ഷേ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നത്. അവിടെ എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ മറ്റൊന്നും എൻ്റെ മനസ്സിലേക്ക് വരില്ല. ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒന്ന് കണ്ടുപിരിയുന്നു എന്നുള്ള ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ദാർഢ്യത്തിൻ്റെ ഊക്കുകൂടി പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു പ്രഭാതമാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് മറ്റെല്ലാ സുഹൃത്തുക്കളും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇവിടെ മുന്നിലിരിക്കും.